രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ബ്രെഡും കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിള്ളേർക്ക് ടിഫിന് കൊടുത്തു വിടാനും. അതായത് ബ്രെഡ് മസാല എന്ന് പറയാം, അല്ലെങ്കിൽ കൊത്ത് ബ്രെഡ് എന്ന് പറയാം. അതിനായിട്ട് ഞാനിവിടെ 2 സവാള, 3 ടൊമാറ്റോ, ഒരു പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ. എന്നിട്ട് പാൻ വെച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില ഇട്ടൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഒന്ന് ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നപ്പം ഞാനൊരു 4 മുട്ട ഇങ്ങനെ ഇതിൻ്റെ നടുക്കോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അടുക്കിയൊക്കെ സൈഡിലൊക്കെ മുട്ടയൊന്ന് പിടിച്ചുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയും ബ്രെഡ് വേണോ അതനുസരിച്ച് ഞാനൊരു 8 പീസ് ബ്രെഡ് ഇങ്ങനെ പിച്ചി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ ഇച്ചിരി വെള്ളം ഒന്ന് കുടഞ്ഞുകൊണ്ട് ഒഴിക്കുന്നുണ്ട്, അതൊന്ന് ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി. ഇതിലേക്ക് ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്ലാസും കൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സാണ് എടുത്തത്. നിങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസിൻ്റെ ആ വാവശം കൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം. അപ്പോൾ ആ ബ്രെഡെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വരും. ഇപ്പോൾ എല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിളിമീൻ എടുത്ത് തോരൻ വയ്ക്കാനായിട്ട് അതെടുത്ത് വെക്കാമെന്നും പറഞ്ഞാൽ ഇരുന്നത്. അപ്പോൾ അത് ഇത്തിരി ചെറുതായതുകൊണ്ട് സമയം ഒത്തിരി ആവുമെന്നും പറഞ്ഞ് അയലമീൻ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് കറി വെക്കാമെന്ന് വെച്ച്. എന്നിട്ട് ഇതൊന്ന് കറി അടപ്പത്ത് വെച്ചിട്ട് പിന്നെ സാവകാശം അത് വെട്ടി പിന്നെ വറക്കാനും തോരൻ വെക്കാനുമായിട്ട് പാർട്ട് ചെയ്തെടുത്ത് വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ അയലയൊക്കെ വെട്ടി കഴുകിയെടുത്ത് അതൊന്ന് കറി വെക്കട്ടെ. അപ്പോൾ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് ഉലുവയും കടുവും ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലിട്ടൊന്ന് വഴട്ടിയെടുക്കട്ടെ. ഞങ്ങളുടെ അവിടെയൊക്കെ കിളിമീൻ ചെമ്പല്ലിക്കോര എന്ന് പറയും. ഇതിൻ്റെ വലുതിനാണ് ചെമ്പല്ലിക്കോര എന്ന് പറയുന്നത്. അതാണെങ്കിൽ കറി വയ്ക്കാൻ കൊള്ളാം. ഇത് ചെറുതായതുകൊണ്ട് പിന്നെ തോരൻ വെക്കാനോ വറക്കാനോ ഇത് നല്ല ബെസ്റ്റാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് മുളക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് പുളിവെള്ളവും ഉപ്പ്, ഉലുവാപ്പൊടിയും എല്ലാം ചേർത്ത് ആ അരപ്പൊന്ന് തിളച്ച് വന്നാൽ മീനൂടെ പറക്കി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അത് അടപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ഈ കിളിമീൻ വെട്ടിയെടുക്കാമെന്ന് വെച്ചു. ഇതിനാണെങ്കിൽ ഭയങ്കര ചെതുമ്പലാണ്. അതുപോലെ തലയും ചെതുമ്പലും പോയാൽ പിന്നെ മീനില്ല. അപ്പോൾ ഇതിൻ്റെ മുള്ള് ഇത്തിരി സോഫ്റ്റായ മുള്ളാണ്. അപ്പോൾ ഞാൻ മീനെല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി അയല മസാല പുരട്ടി വെച്ചായിരുന്നു, അതുകൂടെ ഒന്ന് വറക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം മീൻകറി വറ്റി വന്നായിരുന്നു, ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീനൂടൊന്ന് വറുത്തെടുക്കട്ടെ. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.